ഇന്നത്തെ വചനചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. യേശു പഠിപ്പിച്ച മാതൃക പ്രാർത്ഥനയിലെ ഒരു ഭാഗമാണിത്. കർത്താവിൻ്റെ പ്രാർത്ഥനയിലെ ഈ വാക്യം നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകളും പരീക്ഷകളും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. അതായത് ദൈവം നമ്മളെ പരിശോധിച്ച് അറിയുമ്പോൾ സാത്താൻ നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്നു. ദൈവം ഒരിക്കലും നമ്മെ ദോഷകരമായ കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നില്ല. മറിച്ച് അവിടുന്ന് നമ്മെ പരിശോധിക്കുന്നത് നമ്മിലെ നന്മയും ദൈവത്തിലുള്ള ആശ്രയത്തെയും വിശ്വാസത്തിൻ്റെ ആഴത്തെയും അളക്കുവാൻ വേണ്ടിയാണ്. ഈ പരിശോധനയിൽ നാം വിജയിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത പടിയിലേക്ക്, കൂടുതൽ വലിയ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുവാൻ ഇടയായിട്ട് തീരും. കാരണം നമ്മിൽ ഒരു ദുരുദ്ദേശമോ ദോഷമോ ഒന്നും ദൈവം കാണുന്നില്ല. എന്നാൽ ദുഷ്ടനായ പിശാച് നമ്മുടെ ബലഹീനതകളിൽ നമ്മെ പരീക്ഷിക്കുവാൻ ഇടയായിട്ട് തീരും. അവൻ നിരന്തരം അതിനായി ശ്രമിച്ചു കൊണ്ടിരിക്കും. ഇവിടെയാണ് നാം വീണു പോകാതെ സൂക്ഷിക്കേണ്ടത്. ഈ പരീക്ഷകളെ ചെറുക്കുവാനുള്ള നമ്മുടെ വജ്ര ആയുധം എന്താണ്? യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ. പ്രാർത്ഥന എന്നത് ഒരു വെറും വാക്കല്ല. ദുഷ്ടന്റെ കെണികളെ തകർക്കുവാനും നമ്മെ തന്നെ ബലപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വിടുതലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുവാനുമുള്ള ശക്തിയേറിയ ഒരു വഴിയാണത്. പ്രാർത്ഥനയിൽ കഴിയാത്ത കാര്യം ഒന്നും തന്നെയില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മെ ദുഷ്ടനിൽ നിന്നും അവൻ്റെ പരീക്ഷകളിൽ നിന്നും അവൻ്റെ എല്ലാ കെണികളിൽ നിന്നും കാത്തു പരിപാലിപ്പാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൽ ഉണർന്ന് വചനത്തിൽ അടിയുറച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മേൽ അധികമായി ചൊരിയട്ടെ. ഈ വലിയ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേലിട്ടിരിക്കുന്ന ദൈവ നിയോഗത്തിനനുസരിച്ച് വലിയ ബലത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പിശാച് കൊണ്ടുവരുന്ന, ദുഷ്ടൻ കൊണ്ടുവരുന്ന സകല പരീക്ഷകളെയും ജയിക്കുവാനുള്ള ആത്മാവിൻ്റെ ബലവും ജ്ഞാനവും ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.